ഇന്ന് സ്മാക്ക് ഡൗൺ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എലാഡിയോ കാരിയൻ എന്നൊരു സിംഗറാണ് വന്നതിന് ശേഷം റാൻഡി ഓർട്ടനെ റിങ്ങിലേക്ക് വിളിച്ച് പിന്നീട് റാൻഡി ഓർട്ടന്റെ സെഗ്മെന്റ് ആണ് നടന്നത്. അപ്പോൾ ഈ സെഗ്മെന്റിൽ റോയൽ റംബിളിൽ നടക്കാൻ പോകുന്ന ഫാറ്റൽ ഫോർവേ മാച്ചിനെ പറ്റിയും റോമൻ റെയിൻസിന്റെ ചാമ്പ്യൻഷിപ്പ് റണ്ണിനെ പറ്റിയും ബ്ലഡ് ലൈനിനെ പറ്റിയെല്ലാം റാൻഡി ഓർട്ടൺ സംസാരിച്ചിട്ടുണ്ട്. അതുകൂടാതെ നാളെ നടക്കാൻ പോകുന്ന റോയൽ റംബിൾ മാച്ചിൽ താൻ 15ാമത്തെ പ്രാവശ്യം വേൾഡ് ചാമ്പ്യൻ ആകുമെന്നും റോമൻ റെയിൻസിന്റെ റൺ അവിടെ വെച്ച് അവസാനിപ്പിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ സെഗ്മെന്റിന്റെ അവസാനം ഇതൊരു ഫാറ്റൽ ഫോർവേ മാച്ച് ആയതുകൊണ്ട് AJ സ്റ്റൈൽസ് വരുന്നതായിട്ട് കാണിച്ചിരുന്നു. AJ സ്റ്റൈൽസ് വന്നതിന് ശേഷം സോളോ സിക്കോവയുടെ കൂടെ മാച്ച് ചോദിച്ചു എന്നും എന്നാൽ നിക്ക് ആൾഡിൻസ് തനിക്ക് ആ മാച്ച് തന്നില്ല എന്നും പകരം LA നൈറ്റിന് മാച്ച് കൊടുത്ത കാര്യത്തെ പറ്റിയെല്ലാം പറയുന്നുണ്ട്. റോമൻ റെയിൻസിനെ താനാണ് തോൽപ്പിക്കാൻ പോകുന്നത് എന്നൊക്കെയും AJ സ്റ്റൈൽസ് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അവിടെ LA നൈറ്റ് ആണ് വന്നത്. LA നൈറ്റ് വന്നതിന് ശേഷവും നേരെ റിങ്ങിൽ കയറിക്കൊണ്ട് ഇന്ന് സോളോ സിക്കോവയുടെ കൂടെ മാച്ച് തന്നിട്ടുള്ളത് നാളെ എൻ്റെ മാച്ചിന്റെ പെർഫോമൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പോൾ ഹേമൻ ചെയ്തിട്ടുള്ള പണിയാണെന്നും എന്നാലും കുഴപ്പമില്ല, ആ മാച്ച് ഞാൻ ചെയ്തുകൊണ്ട് സോളോ സിക്കോവനെയും തോൽപ്പിച്ച് പിന്നീട് നാളെ റോയൽ റംബിളിൽ റോമൻ റെയിൻസിനെയും തോൽപ്പിച്ച് താനാണ് ചാമ്പ്യൻ ആവുക എന്ന് പറഞ്ഞുകൊണ്ട് മൈക്കെല്ലാം താഴെയിട്ട് LA നൈറ്റ് അവിടെ നിന്നും പോകും. ശേഷം റാൻഡി ഓർട്ടനും AJ സ്റ്റൈൽസും റിങ്ങിൽ നിൽക്കും. ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് AJ സ്റ്റൈൽസ് റാൻഡി ഓർട്ടനെ അറ്റാക്ക് ചെയ്തതിന് ശേഷം പെല്ലക്കിക്കെല്ലാം കൊടുത്ത് ഈ സെഗ്മെന്റ് അവസാനിപ്പിച്ചു. പിന്നീട് സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ ഫസ്റ്റ് നടന്ന മാച്ച് സാന്റോസ് എസ്കോബാർ വേഴ്സസ് കാർലിറ്റോ. ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചാണ്. മാച്ചിന്റെ അവസാനത്തിൽ എപ്പോഴത്തെയും പോലെ ഹുംബർട്ടോ ടീം റഫറിയുടെ ശ്രദ്ധ തെറ്റിക്കുന്നതായിട്ടും പിന്നീട് സാന്റോസ് വിൻ ചെയ്യാൻ പോകുന്നത് പോലെ കാണിച്ചു എങ്കിലും സാധിച്ചില്ല. അവസാനം ലിഗാഡോ ഡെൽ ഫാന്റാസ്മ ടീമിൽ മുൻപുണ്ടായിരുന്ന ഇലക്ട്ര ലൂപ്പസ് അവിടെ വന്നുകൊണ്ട് സെലീനയെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടും ശേഷം അത് കാർലിറ്റോ നോക്കി നിൽക്കുമ്പോൾ സാന്റോസ് ആ ഒരു അവസരം ഉപയോഗിച്ച് കാർലിറ്റോയെ റോൾ പിൻ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ സാന്റോസ് എസ്കോബാർ ആണ് വിൻ ചെയ്തത്. പിന്നെ ഈ സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ പല ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് കാണിച്ചിട്ടുണ്ട്. അതായത് റോയൽ റംബിൾ മാച്ചിന്റെ നമ്പർ തിരഞ്ഞെടുക്കുന്നത് പോലെയെല്ലാം R-Truth ഒക്കെ വന്നുകൊണ്ട് പിന്നീട് വുമൺസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ചാണ് നടന്നത്. ടാഗ് ടീം ചാമ്പ്യൻസായ കെയ്റ്റൻ കാർട്ടർ ആൻഡ് കത്താന ചാൻസ് വേഴ്സസ് ആസ്ക ആൻഡ് കൈരി സൈൻ ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഇത് നല്ലൊരു മാച്ചായിരുന്നു. മാച്ചിന്റെ പകുതിക്ക് വെച്ച് കെയ്റ്റൻ കാർട്ടർ കത്താന ചാൻസ് വിൻ ചെയ്യാൻ പോയതായിരുന്നു. അതായത് ആസ്കയെ ഫിനിഷറെല്ലാം ചെയ്ത് പക്ഷെ കൈരി സൈൻ വന്ന് അറ്റാക്ക് ചെയ്തുകൊണ്ട് ആ ഒരു പിൻ ഒഴിവായി പോയി. ശേഷം മാച്ചിന്റെ അവസാനത്തിൽ ആസ്കയും കൈരി സൈനും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഡബിൾ ഫിനിഷർ പോലെ ചെയ്ത് ഈ മാച്ചിൽ ആസ്ക ആൻഡ് കൈരി സൈൻ ഇവരാണ് വിൻ ചെയ്ത് ന്യൂ വുമൺസ് ടാഗ് ടീം ചാമ്പ്യൻസ് ആയത്. ഈ അടുത്താണ് കത്താന ചാൻസ് ടീം വുമൺസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തത്. എന്തായാലും ആസ്ക ടീമിന് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ആവശ്യമാണ്. നല്ല രീതിയിൽ അവർക്ക് കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ ഈ സെഗ്മെന്റിൽ ഇവർ സെലിബ്രേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ബെയിലിക്ക് വില കൊടുക്കാത്തത് പോലെയും നമുക്ക് അനുഭവപ്പെടും ഈ സെഗ്മെന്റ് കാണുമ്പോൾ. പിന്നീട് ബ്ലഡ് ലൈൻ ടീമിന്റെ ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് കാണിച്ചു. സോളോ സിക്കോവ, പോൾ ഹേമൻ, ജിമ്മി യുസോ. അപ്പോൾ ഈ സെഗ്മെന്റിൽ മെയിനായിട്ടും ഉദ്ദേശിച്ചത് നാളെ റോയൽ റംബിൾ മാച്ചിൽ ജിമ്മി യുസോട് പങ്കെടുക്കാനും ആ റോയൽ റംബിൾ മാച്ച് വിൻ ചെയ്തുകൊണ്ട് സെത്ത് റോളൻസിനെ റെസൽമേനിയയിൽ ചാലഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നൈസായിട്ട് റോമന്റെ അടുത്ത് നിന്നും സെത്തിന്റെ അടുത്തേക്ക് തിരിച്ചു വിട്ടേക്കാണ് പോൾ ഹേമൻ. പിന്നീട് കെരിയൻ ക്രോസിന്റെ ഫൈനൽ ടെസ്റ്റ്മെന്റിനും ബോബി ലാഷ്ലി സ്ട്രീറ്റ് ഫോർഫിറ്റ്സ് ഇവരുടെ ടീമിനും ഒരു സെഗ്മെന്റ് വെച്ചിരുന്നു. അപ്പോൾ ഈ സെഗ്മെന്റിൽ ബോബി ലാഷ്ലി ടീമിനെ അറ്റാക്ക് ചെയ്ത കാര്യത്തെ പറ്റിയെല്ലാം സംസാരിച്ചുകൊണ്ട് കെരിയൻ ക്രോസിന്റെ ടീമിനെ റിങ്ങിലേക്ക് വിളിക്കുന്നതായിട്ടും എന്നാൽ കെരിയൻ ക്രോസ് ടീമെല്ലാം എൻട്രൻസിൽ അടിപൊളിയായി വന്നുകൊണ്ട് ഇവര് റിങ്ങിൽ കയറാതെ സ്കാർലറ്റ് റിങ്ങിൽ കയറുന്നതായിട്ടും ശേഷം ഇവരുമായി സംസാരിക്കുന്നതായിട്ടാണ് കാണിച്ചത്. അപ്പോൾ ബോബി ലാഷ്ലി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് റിങ്ങിൽ വരാൻ പേടിയായിട്ടാണോ ഇവളെ വിട്ടിട്ടുള്ളത് ഈ ഒരു ലെവലിലൊക്കെ. ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ സ്ട്രീറ്റ് ഫോർഫിറ്റ്സ് റോപ്പിന്റെ മുകളിൽ കൂടെ ജമ്പ് ചെയ്ത് ഇവരെ അറ്റാക്ക് ചെയ്യും. അതേസമയം ബോബി ലാഷ്ലിയും കെരിയൻ ക്രോസിനെ എല്ലാം അറ്റാക്ക് ചെയ്യാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല. കെരിയൻ ക്രോസ് ടീം ബോബി ലാഷ്ലി ആൻഡ് സ്ട്രീറ്റ് ഫോർഫിറ്റ്സ് ഇവരെ തിരിച്ച് അറ്റാക്ക് ചെയ്തുകൊണ്ട് വീണ്ടും കെരിയൻ ക്രോസിന്റെ ടീമാണ് ലീഡ് ചെയ്ത് മുന്നോട്ട് പോയത്. അപ്പോൾ ഈ സെഗ്മെന്റ് മെയിനായിട്ടും ഉദ്ദേശിക്കുന്നത് ബോബി ലാഷ്ലിയുടെ ടീമിന്റെ ഫേസ് ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ്. പിന്നീട് അസ്റ്റൻ തിയറി വേഴ്സസ് കാർമെല്ലോ ഹൈസ് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് റീമാച്ച് ആണ് നടന്നത്. മുൻപ് ഈ മാച്ച് നടന്നപ്പോൾ ഇവർക്ക് ഇഞ്ചുറി സംഭവിച്ച് സ്റ്റോപ്പ് ചെയ്തിരുന്നു. അതിന്റെ റീമാച്ച് ആണ് ഇന്ന് നടന്നത്. അപ്പോൾ ഈ മാച്ചിന്റെ അവസാനത്തിൽ ഗ്രേസൺ വാലർ എല്ലാം ഡിസ്റ്റർബ് ചെയ്യുന്നതായിട്ടും ഈ ഒരു അവസരമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അസ്റ്റൻ തിയറി റോൾ പിൻ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ അസ്റ്റൻ തിയറിയാണ് വിൻ ചെയ്തത്. അതിനുശേഷം ഗ്രേസൺ വാലറും അസ്റ്റൻ തിയറിയും ചേർന്നുകൊണ്ട് കാർമെല്ലോ ഹൈസിനെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ സേവ് ചെയ്യാൻ വേണ്ടി വന്നത് NXT റെസ്ലറായ ട്രിക് വില്യംസ് ആണ്. വന്നതിന് ശേഷം ഇവരെ അറ്റാക്ക് ചെയ്തുകൊണ്ട് കാർമെല്ലോ ഹൈസിനെ സേവ് ചെയ്യുന്നതായിട്ടാണ് ഈ സെഗ്മെന്റിൽ കാണിച്ചത്. പിന്നീട് ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ എലാഡിയോ കാരിയനോട്
നാളെ നടക്കാൻ പോകുന്ന ഫാറ്റൽ 4-വേ മാച്ചിൽ ആരാണ് ജയിക്കാൻ സാധ്യതയുള്ളത് എന്ന് ചോദിച്ചപ്പോൾ റാൻഡി ഓർട്ടൺ ആയിരിക്കും ജയിക്കാൻ സാധ്യതയുള്ളത് എന്ന് പറഞ്ഞു. അതേസമയം ബ്ലഡ് ലൈൻ ടീം നോക്കി പോകുന്നതായിട്ടും ഈ സെഗ്മെന്റിൽ കാണിച്ചിരുന്നു. പിന്നീട് സ്മാക്ക് ഡൗൺ മെയിൻ ഇവന്റായി നടന്നത് LA Knight സോളോ സിക്കാവ ഇവരുടെ സിംഗിൾസ് മാച്ചാണ്. അപ്പോൾ ഈ മാച്ച് നല്ല മാച്ചായിരുന്നു. മാച്ചിന്റെ അവസാനത്തിൽ ഇവർ റിങ്ങിന് പുറത്തെല്ലാം പോയി ഫൈറ്റ് ചെയ്യുന്നതായിട്ടും അതേസമയം AJ സ്റ്റൈൽസ് അവിടെ വന്നുകൊണ്ട് LA Knightനെ അറ്റാക്ക് ചെയ്തു. അപ്പോൾ തന്നെ മാച്ച് സ്റ്റോപ്പ് ചെയ്ത് LA Knight ആ മാച്ച് വിൻ ചെയ്തു എന്ന് പറഞ്ഞു. ശേഷം ടേബിളിന്റെ മുകളിലേക്ക് LA Knightനെ അടിക്കാൻ വേണ്ടിയിട്ട് AJ സ്റ്റൈൽസ് പ്ലാൻ ചെയ്യുന്നതായിട്ടും അതേസമയം ജെയ്യൂസോ ചെയറുമായി വന്ന് AJ സ്റ്റൈൽസിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയെങ്കിലും പിന്നീട് ആ ചെയർ AJ സ്റ്റൈൽസിന് കൊടുക്കുന്നത് പോലെയും ശേഷം AJ സ്റ്റൈൽസ് സോളോ സിക്കാവനെയും ജിമ്മി യൂസോനെയും ചെയർ ഷോട്ട് എല്ലാം ചെയ്തു. പിന്നീട് അവിടെ റാൻഡി ഓർട്ടൺ വന്നുകൊണ്ട് ജിമ്മി യൂസോ സോളോ സിക്കാവ AJ സ്റ്റൈൽസ് ഇവരെയെല്ലാം അറ്റാക്ക് ചെയ്തു. അവസാനം AJ സ്റ്റൈൽസ് ഫെനാമിനൽ ഫോറാൻ ചെയ്യാൻ നോക്കി റാൻഡി ഓർട്ടൺ മാറിക്കൊണ്ട് പിന്നീട് സെക്കൻഡ് ഡ്രോപ്പ് DDT എല്ലാം ചെയ്ത് RKO ഫിനിഷർ ചെയ്ത് റാൻഡി ഓർട്ടൺ തീം സോങ് എല്ലാം പ്ലേ ചെയ്ത് മാസായി നിൽക്കുന്നതായിട്ടും അപ്പോൾ തന്നെ സ്മാക്ക് ഡൗൺ എൻഡ് കാർഡ് കാണിച്ചു. അടുത്ത സെക്കൻഡിൽ തന്നെ LA Knightന്റെ ഫിനിഷർ റാൻഡി ഓർട്ടനെ ചെയ്ത് LA Knightന്റെ തീം സോങ് ആണ് ലാസ്റ്റ് പ്ലേ ആയി സ്മാക്ക് ഡൗൺ അവസാനിപ്പിച്ചത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്മാക്ക് ഡൗണിൽ നടന്നത്. ഇന്നത്തെ സ്മാക്ക് ഡൗൺ അത്യാവശ്യം നല്ല ഷോ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വേറെ ലെവൽ ഷോ എന്നൊന്നും പറയുന്നില്ല. എന്തായാലും നാളെ റോയൽ റംബിൾ വേറെ ലെവലായിരിക്കും. മറ്റൊരു വീഡിയോയുമായി കാണുന്നതിന് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.